നമസ്കാരം. നമസ്കാരം. ചടയമംഗലത്തിന്റെ വികസനത്തിന് ഇടതുപക്ഷ നേതാക്കളുടെ വ്യക്തി താല്പര്യം തടസ്സമാകുന്നു എന്ന് UDF ഒരു ഘടകകക്ഷിയുടെ നേതാവ് ഇടയ്ക്ക് പറയുകയുണ്ടായി. ഈ വിമർശനത്തിനെ സഖാവ് എങ്ങനെ കാണുന്നു? എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ചടയമംഗലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് ഇടതുപക്ഷ നേതാക്കന്മാരാണ്. ചടയമംഗലത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ വികസന പ്രവർത്തനങ്ങളിലെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഭരണകർത്താക്കളുമാണ്. ഏത് വികസന പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ചടയമംഗലത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി എടുത്ത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ വന്നിട്ടുള്ള പുതിയ സർക്കാർ ഓഫീസുകൾ, ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ പൊതുവികസനം, പട്ടണത്തിൻ്റെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ചടയമംഗലത്തെ LDF സംവിധാനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഇപ്പം ചടയമംഗലത്തെ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെടുത്തി ഏറെ നാളായി ചടയമംഗലത്തെ ആശുപത്രി വികസനവുമായി ബന്ധപ്പെടുത്തി കിടത്തി ചികിത്സ പുനരാരംഭിക്കണം എന്ന ആവശ്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ടായിരുന്നൊരാവശ്യമാണ്. LDFിൻ്റെ ലീഡർഷിപ്പ് തന്നെ വ്യക്തിപരമായും പൊതുവായും ഇനിഷ്യേറ്റീവ് എടുക്കുകയും ഗ്രാമപഞ്ചായത്തിന് അതിൻ്റെ അകത്ത് നിർണായകമായ റോൾ എടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡോക്ടറെ വെച്ചുകൊണ്ടാണ് അവിടെ കിടത്തി ചികിത്സ ഇപ്പോൾ ആരംഭിക്കുന്നത്. സമീപ സ്ഥലത്തെ പഞ്ചായത്തുകൾ ഏതെടുത്തോ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡോക്ടർമാരെ നിയമിച്ചിട്ടുള്ളത് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മാത്രമാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി CHSകളുടേക്ക് ഡോക്ടർമാരെ നിശ്ചയിക്കാറുണ്ട്. എന്നാൽ ഗ്രാമപഞ്ചായത്ത് അത് സാധാരണഗതിയിൽ ചെയ്യാറില്ല. എന്നാൽ ഇവിടുത്തെ കിടത്തി ചികിത്സയുമായി ബന്ധപ്പെടുത്തി അത് സാധ്യമാകണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സാധ്യമായത്. അവിടെ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെടുത്തി 50 ലക്ഷം രൂപ ആദ്യം മുല്ലക്കരനാരൻ MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ടു. അതിൻ്റെ മുകളിൽ അടുത്ത കെട്ടിടം ചിഞ്ചുറാണി MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. അത്തരത്തിൽ ചടയമംഗലത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെടുത്തി എല്ലാ കാര്യങ്ങളിലും എപ്പോഴും വ്യക്തിപരമായ മുൻകൈ എടുത്തുകൊണ്ടാണ് LDFിൻ്റെ നേതാക്കന്മാർ വികസന പ്രവർത്തനങ്ങൾ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ ആളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ജനപ്രതിനിധി 15 വർഷം 16-17 വർഷക്കാലമായി ചടയമംഗലത്തുണ്ട്. ഈ പഞ്ചായത്തിനുമായി വേണ്ടി എന്താണ് ആ ജനപ്രതിനിധി ചെയ്തിട്ടുള്ളത്? അതുകൂടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥതല്ലേ? ഏതെങ്കിലും ഒരു പുതിയ സ്ഥാപനം MP എന്ന നിലയിൽ കേന്ദ്രത്തിൽ നിന്ന് അനുവദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ പറയും ഒരു 10 ഏക്കർ ഭൂമി കൊടുക്കുക, നാളെ ഞങ്ങളൊരു സ്ഥാപനം കൊണ്ടുവരും. ചടയമംഗലത്തിൻ്റെ സാഹചര്യത്തിനനുസൃതമായി പദ്ധതികൾ കൊണ്ടുവരാനോ നടപ്പിലാക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതല്ലേ അവരാദ്യം തിരുത്തേണ്ടത്. പൊതുവികസനത്തിന് കൂട്ടായ ഇടപെടലാണെങ്കിൽ അവരതുകൂടി തിരുത്തി കൊണ്ടുവരുവാൻ നിശ്ചയിക്കണം. ചടയമംഗലത്ത് പുതിയ ഓഫീസുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് സബാർട്ടി ഓഫീസ് ചടയമംഗലം മണ്ഡലത്തിലെ ഓഫീസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ഓഫീസ് മുല്ലക്കരനാരൻ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാം അഭിമാനമായി നിൽക്കുന്ന മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ ട്രെയിനിങ് സെൻറ്റർ, ഈ കേരളത്തിൽ അങ്ങോളമുള്ള ആളുകൾക്ക് പരിശീലനം കൊടുക്കുന്ന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളടക്കമുള്ളവർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു സെൻറ്റർ, കേരളത്തിലെ ഏക സെൻറ്ററാണ്. ഇതെല്ലാം സാധ്യമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ഭരണകർത്താക്കളും എടുത്തിട്ടുള്ള നിശ്ചയദാർഢ്യപൂർണമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് എനിക്കതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കാനുള്ളത്. ചടയമംഗലം പട്ടണത്തിൽ തന്നെ ടേക്ക് എ ബ്രേക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വലിയ സമ്മർദ്ദങ്ങൾ പല മേഖലയിൽ നിന്ന് നടത്തിക്കൊണ്ടാണ് ആ സ്ഥലം കണ്ടെത്തിയത്. KSRTCയുമായി നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഇത് കണ്ടെത്തി അവിടെ പൂർത്തീകരിക്കുന്നത്. ചടയമംഗലം പട്ടണത്തിൽ വന്നിറങ്ങുന്ന ഒരു മനുഷ്യന് പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സാധ്യമായത്.
അത് ഇപ്പം ടെൻഡർ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പണിഞ്ഞെങ്കിലും അത് പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ചു. കഴിഞ്ഞ 12-ാം തീയതി ടെൻഡർ ചെയ്തു. BJPയുടെ നേതാവായ ശ്രീമാൻ ഉദയനാണ് ആ ടെൻഡർ എടുത്തിരിക്കുന്നത്. നിങ്ങളെ ടി വിയിലടക്കം വലിയ വാർത്ത അതുമായി ബന്ധപ്പെടുത്തി കാണിച്ചതാണ്. അത് അദ്ദേഹം ഉടൻ തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഏത് വികസന പ്രവർത്തനം ചടയമംഗലത്ത് സാധ്യമാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. മറ്റൊന്ന്, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടം കഴിഞ്ഞ 4.5 വർഷമായി പൊളിച്ചിട്ടിട്ടും അത് പുനർനിർമ്മാണം ചെയ്യുവാൻ LDFിൻ്റെ ഭരണസമിതിക്കും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം ഒരുപാട് പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ്. അത് പുനർനിർമ്മിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ആ പദ്ധതി എടുക്കുന്നത്. അത് പുനർനിർമ്മിക്കണം എന്നുള്ള നിലയിൽ തന്നെയാണ് തീരുമാനിച്ച് പൊളിക്കുന്നത്. അത് പൊളിക്കപ്പെടുമ്പോൾ ഗ്രാമപഞ്ചായത്തിന് സ്വാഭാവികമായി കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും പദ്ധതിയിൽ ഉൾപ്പെടുന്ന അനിവാര്യ പ്രോജക്റ്റുകൾ അല്ലാത്തതിൽ നിന്നുള്ള പണം കൂടി വകയിരുത്തിയാണ് ചെയ്യാൻ കഴിയുന്നത്. മറ്റ് ഏജൻസികളുടെ ഒന്നും ഫണ്ട് ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. MLA ഫണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫണ്ടോ ഒന്നും ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പം പഞ്ചായത്ത് ഭരണസമിതിയുടെ മുന്നിൽ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തെക്കാൾ അത്യാവശ്യമുള്ള മറ്റു പല വിഷയങ്ങളും നിന്നിരുന്നു. ഈ നാട്ടിലെ ആളുകളുടെ വീടുമായി ബന്ധപ്പെട്ട വിഷയം, ലൈഫ് മിഷനുമായി ബന്ധപ്പെടുത്തി കൂടുതൽ വീട് കൊടുത്ത് ആളുകളെ അവർക്കുള്ള വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഗ്രാമീണ റോഡുകളുടെ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ നിന്നു. നമ്മൾ കെട്ടിടം പണിയാൻ വേണ്ടി ആ സമയത്ത് തീരുമാനമെടുത്താൽ ഇതൊന്നും നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് അത് സാധ്യമാക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി വികസന ഫണ്ടിൽ നിന്നും തനത് ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി കെട്ടിടം പണിയുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് അതിലേക്ക് പോയത്. പ്രോജക്റ്റ് വെച്ചു. അതിൻ്റെ ASും GSും ഏകദേശമായി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് സാധാരണ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം നിർമ്മിക്കുക എന്ന ഒരു തീരുമാനം, അത് മാനുഷികമായ ഒരു തീരുമാനമാണ്. ആ തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കെട്ടിടം പണി കുറച്ച് ഡിലേ വന്നത്. എന്നാൽ അത് ഇപ്പോൾ ആരംഭിക്കാൻ പോവുക. ആരംഭിച്ച് കെട്ടിടം പണി 1-1.5 വർഷം കൊണ്ട് അത് പൂർത്തീകരിച്ച് പുതിയ ആസ്ഥാനം ഉണ്ടാകും. അതാണ് എനിക്ക് ആ കെട്ടിടം പണിയുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കാനുള്ളത്. മിനി സിവിൽ സ്റ്റേഷൻ്റെ പണി അനന്തമായി നീളുകയാണ്. മിനി സിവിൽ സ്റ്റേഷൻ്റെ പണി പൂർത്തീകരിച്ചാൽ താലൂക്കും അനുവദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് LDF ഭരണസമിതി അതിനൊരു മുൻതൂക്കം കൊടുക്കാത്തതെന്ന് ചില കോണുകളിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ വരുന്നു. സഖാവ് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, താലൂക്കും സിവിൽ സ്റ്റേഷൻ തമ്മിൽ എന്താണ് ബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. സിവിൽ സ്റ്റേഷൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന, അതിനുവേണ്ടി ടെൻഡറിലടക്കം പൂർത്തീകരിക്കപ്പെട്ട സ്ഥാപനമാണ്. അതിൻ്റെ ഡ്രോയിങ്ങുമായി ബന്ധപ്പെടുത്തി ചില തിരുത്തലുകൾ ആവശ്യമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം അതിൻ്റെ പണി ഒന്ന് വൈകിയത്. അതെനിക്കൊന്ന് ഈ ആഴ്ച കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും അവസാനം മന്ത്രിയുടെ ഓഫീസുമായി അടക്കം ബന്ധപ്പെടുമ്പോൾ, ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാർ തന്നെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കിയ കാര്യം, ഈ ആഴ്ച കൊണ്ട് അത് പൂർത്തീകരിച്ച് നമുക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയും. 11,70,00,000 രൂപയാണ് അതിനുവേണ്ടി കിഫ്ബി വകയിരുത്തിയിരിക്കുന്നത്. ഈ കടുത്ത സാമ്പത്തിക പ്രയാസം ഗവൺമെൻറ് അനുഭവിക്കുന്ന സമയത്തും അതിന് മുടക്കം വരാതെ പോകണം എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് ലഭ്യമാകുന്നത്. അത് വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വാടകയ്ക്കുള്ള കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകൾ മുഴുവൻ അതിലേക്ക് മാറ്റപ്പെടും. അതൊരു കുടക്കീഴിലേക്ക് മാറ്റപ്പെടും. അതുമാത്രമല്ല, പഞ്ചായത്ത് കഴിഞ്ഞ LDF ചേർന്ന് പഞ്ചായത്തിൽ ഇനി ഈ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ചില കെട്ടിടങ്ങളുണ്ട്. അത് അവിടത്തേക്ക് മാറണം, ആ സ്ഥലത്തേക്ക് മാറണം എന്നുള്ള നിലയിൽ LDF തന്നെ ചേർന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബഡ് സ്കൂള് പഞ്ചായത്ത് ഭരണസമിതി, ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ച ചടയമംഗലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന വലിയ വേദനയിൽ നിന്ന് അവരെ മോചിതരാക്കി
അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് സ്ഥാപിതമായ ബഡ് സ്കൂള്. ആ ബഡ് സ്കൂൾ ഇപ്പോൾ ഒരു വാടകഘട്ടത്തിലാണ്. അതിന് സ്വന്തമായി സ്ഥലം ഉണ്ടാവണമെന്ന് നിശ്ചയിച്ചു. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്തുള്ള പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ഭൂമി അതിനുവേണ്ടിയുള്ള സ്ഥലം കൊടുക്കണമെന്ന് LDFിൻ്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇലക്ട്രിസിറ്റി ഓഫീസ്, അതിന് സ്ഥലം കൊടുക്കണമെന്ന് LDFിൻ്റെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അവിടെ തന്നെ നമ്മുടെ മൃഗാശുപത്രി ഇപ്പം നിൽക്കുന്ന കൃഷിഭവൻ്റെ മുകളിലാണ്. മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ മന്ത്രി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൂടിയാണ് നമ്മുടെ MLA എന്നുള്ളത് കൊണ്ട് തന്നെ മിനിസ്റ്ററുമായി സംസാരിക്കുമ്പോൾ സ്ഥലം കൊടുത്താൽ കെട്ടിടം വയ്ക്കാനുള്ള പണം വകുപ്പിൽ നിന്ന് അനുവദിച്ചു തരാം എന്നുള്ള നിലയിൽ മന്ത്രി ഞങ്ങളുടെ അടുത്ത് ഏറ്റു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മൃഗാശുപത്രിക്കുള്ള കെട്ടിടം വയ്ക്കുവാനുള്ള സ്ഥലം കൊടുക്കണം എന്ന് LDF തന്നെ ശുപാർശ ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതി നിശ്ചയിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ചടയമംഗലത്തെ സർക്കാർ അതിഥി മന്ദിരം PWD റെസ്റ്റ് ഹൗസ് ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ വേറൊരു സ്ഥലത്തില്ല, ചടയമംഗലത്ത് മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജടായിപ്പാറ ടൂറിസം കൂടി ഉള്ള സാഹചര്യത്തിൽ സർക്കാർ അതിഥി മന്ദിരം എന്നത് നമ്മുടെ എത്രയോ കാലമായുള്ള ആവശ്യമായിരുന്നു. PWD റെസ്റ്റ് ഹൗസിനുള്ള സ്ഥലം കൂടി ആ പ്രദേശത്ത് കൊടുക്കണം എന്നുള്ള നിലയിലാണ് നിശ്ചയിച്ചത്. ഇതെല്ലാം ചടയമംഗലത്തെ പൊതുവികസനവുമായി ബന്ധപ്പെടുത്തി LDF എടുത്തിട്ടുള്ള കാര്യങ്ങളും സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. എന്നാൽ താലൂക്കുമായി ബന്ധപ്പെട്ട വിഷയം സർക്കാരിൻ്റെ ഒരു പോളിസിയാണ്. താലൂക്ക് വലിയ താലൂക്കുകളെല്ലാം വിഭജിക്കുക എന്നുള്ളത്. അത് നേരത്തെ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഒരിക്കൽ നായനാർ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് താലൂക്കുകൾ വിഭജനവുമായി ബന്ധപ്പെടുത്തിയ ഒരു പ്രപ്പോസൽ വെച്ചപ്പോൾ ചടയമംഗലത്തുണ്ടായ കോലാഹലം ചെറുതല്ല. ഇന്ന് ഈ പത്രസമ്മേളനം നടത്തിയ ആളടക്കം നമ്മുടെ ടൗണിലെ മാവിൻ്റെ ചുവട്ടിൽ കിടന്ന് വലിയ സമരമെല്ലാം നടത്തി UDF ജയിച്ചാൽ ഇവിടെ താലൂക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു ഇവിടെ MLA ആയി എന്ന് മാത്രമല്ല, ആ സമയത്ത് കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് UDFിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. ശ്രീമാൻ AK ആൻ്റണി തുടർന്ന് ഉമ്മൻചാണ്ടി, അവർ രണ്ടുപേരും നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റായിരുന്നു. എന്നിട്ടും ചടയമംഗലത്ത് താലൂക്ക് സ്ഥാപിതമാക്കുമെന്ന് പറഞ്ഞ് ജയിച്ചു പോയ ആൾക്ക് ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ല. അത് സ്വാഭാവികമായി ചടയമംഗലത്തെ ജനത്തിനെ വിഡ്ഢികളാക്കി ഒരു തട്ടിപ്പിന് ചടയമംഗലത്തുകാരെ വിധേയരാക്കി എന്ന് ജനം തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഇവിടെ UDF ജയിച്ചിട്ടില്ല, ആ ഒരു സമയത്ത് മാത്രമാണ് ജയിച്ചത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ പോളിസിയാണ് താലൂക്കുമായി ബന്ധപ്പെടുത്തി. ആ സർക്കാർ എടുക്കുന്ന പോളിസിയുമായി ബന്ധപ്പെടുത്തി താലൂക്കുകൾ വിഭജിക്കാൻ തീരുമാനിക്കുന്ന സമയത്തല്ലേ അത് ആലോചിക്കണം, ഇപ്പോഴല്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉചിതമായ തീരുമാനം ഈ ചടയമംഗലവുമായി ബന്ധപ്പെടുത്തി എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇപ്പം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഒരു സാധ്യത, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആൾക്കാരെ ഒരു പുകമറ സൃഷ്ടിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കുന്ന കാര്യം കൂടിയാണത്. അതൊരു രാഷ്ട്രീയം കൂടിയാണ്. വികസന കാര്യത്തിലും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാര്യത്തിൽ അങ്ങനെ രാഷ്ട്രീയം കലർത്തി കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതാണ് അതുമായി ബന്ധപ്പെടുത്തി എനിക്ക് സൂചിപ്പിക്കാം. LDFിൻ്റെ ഈ ജനകീയ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ LDFിന് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കൾ ജനങ്ങളാണ്. ഇപ്പോൾ ചടയമംഗലത്തെ കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ചടയമംഗലത്ത് അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഉള്ള ചില പ്രദേശങ്ങളുണ്ട്. ഒന്ന് ഇടയ്ക്കോട് വാർഡിലെ കറ്റൂട്ടി കോളനി, എത്രയോ വർഷമായി അവിടത്തേക്ക് ഉയർന്ന പ്രദേശമാണ്, അവിടത്തേക്ക് വെള്ളം കയറി ചെല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. ആ പ്രദേശത്തെ കുടുംബങ്ങളെല്ലാം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഒരുപാട് ദൂരം പോയി കുടിവെള്ളം എടുത്തുകൊണ്ട് വരുന്ന സാഹചര്യം നിലനിന്നിടത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ 1 കോടി രൂപയിലധികം തുക വകയിരുത്തിയാണ് അവിടെ കുടിവെള്ള പദ്ധതി സാധ്യമാക്കിയത്. അത് വേട്ടാഞ്ചിറ പദ്ധതിയിൽ പുതിയ മോട്ടോർ സ്ഥാപിച്ചു, അവിടെ കിണർ വൃത്തിയാക്കി, അവിടെ നിന്ന് പുതിയ ലൈൻ ഇട്ടു. ആ കറ്റുട്ടി കോളനിയിലേക്ക് കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആ 1 കോടി രൂപയിലധികം ചെലവഴിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഗുണമുണ്ടായത് 4 വാർഡുകളിലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പുതിയ പൈപ്പുകളും പുതിയ ലൈനും എല്ലാം വന്നു. അവർക്ക് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്ന തരത്തിലേക്കുണ്ടായി. കറ്റുട്ടി കോളനിയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കപ്പെട്ടു. അവിടുത്തെ ജനം അതിൻ്റെ ഗുണഭോക്താക്കളാണ്, നേരിട്ട് ഇത് അനുഭവിക്കുന്നവരാണ്. വലിയവറ ചെരുവിലെ കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ 1 കോടി രൂപയ്ക്കടുത്ത് പദ്ധതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തന്നെ നമുക്കറിയാം, ഇടുക്കുവാറ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമമുള്ള പ്രദേശമാണ്. അവിടെ പൈപ്പിൽ വെള്ളവും എത്തപ്പെടാൻ വലിയ പ്രയാസമുള്ള സ്ഥലമാണ്. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 12 ലക്ഷം രൂപ വകയിരുത്തി അവിടെ കുഴൽക്കിണർ നിർമ്മിച്ചു 40 കുടുംബങ്ങൾക്ക്
ശുദ്ധജലം കൊടുക്കാനുള്ള പദ്ധതി ഏകദേശം കമ്മീഷൻ ചെയ്യാനുള്ള പരുവത്തിലെത്തിയിരിക്കുന്നു. വാലുകുന്നിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തന്നെ തുക വകയിരുത്തി 26 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി അവിടെ സാധ്യമായി കഴിഞ്ഞു. അതുപോലെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇതുപോലെ ചടയമംഗലം പഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുള്ള പ്രദേശമാണ് കള്ളിക്കാട്. അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പൈസ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൈസയും ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വകയിരുത്തപ്പെട്ടു. ഞാൻ പറഞ്ഞ കുടിവെള്ളം എന്ന് പറഞ്ഞൊരു ഉദാഹരണമായി പറഞ്ഞത്. അതെല്ലാം അതിൻ്റെ ഗുണഭോക്താക്കളായുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് LDF നടത്തുന്ന വികസന പ്രവർത്തനം എത്തുന്നുണ്ട്. പിന്നെ റോഡുകളുമായി ബന്ധപ്പെടുത്തി മന്ത്രിയുടെ 60 ലക്ഷം രൂപയാണ് ഇപ്പം ഈ ഗ്രാമീണ റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെടുത്തി ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടാൻ വേണ്ടി ഉത്തരവായിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞേപ്പി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് എത്രയോ കാലമായി കിടക്കുന്ന റോഡാണ്. ഇപ്പോൾ 38 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ വകയിരുത്തി ആ പണി പൂർത്തീകരിക്കും. അത് പണി പൂർത്തീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെ LDF ഒരു രാഷ്ട്രീയവും കാണിക്കുന്നില്ല. ആ റോഡ് കടന്നു പോകുന്നതിൻ്റെ ഇടത് സൈഡിൽ പിന്നെ BJPയുടെ മെമ്പറും വലത് സൈഡിൽ UDFൻ്റെ മെമ്പറുമാണ്. LDFൻ്റെ മെമ്പർമാരില്ല. ആ പ്രദേശം ജനങ്ങളുടെ ആവശ്യങ്ങളാണ് നിറവേറ്റപ്പെടേണ്ടത്. അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം വികസനത്തിലില്ല എന്ന തിരിച്ചറിവോടാണ് ഈ പണമെല്ലാം വിനിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ വയ്ക്കുന്ന പണങ്ങൾ സാധാരണ മനുഷ്യൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവനിലേക്ക് എത്തപ്പെടുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. അവരെല്ലാം എൻ്റെ നേരിട്ടുള്ള ഗുണഭോക്താക്കളാണ്. അപ്പം ഞാനിത് സൂചിപ്പിച്ചത് ഇതെല്ലാം വയ്ക്കുമ്പോഴും ചടയമംഗലത്ത് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ഇടതുപക്ഷം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് സൂചിപ്പിച്ചത്. നമ്മുടെ MP അടക്കമുള്ളവർ ഈ വികസന പ്രവർത്തനങ്ങളിൽ കൂട്ടായി ഇടപെടാൻ ശ്രമിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ പണം വിനിയോഗിക്കപ്പെടുവാൻ ഇപ്പോൾ ഇവിടെ പത്രസമ്മേളനം നടത്തിയ നേതാവ് അടക്കമുള്ളവർ ഈ ചടയമംഗലത്തെ വികസനത്തിന് വേണ്ടി MPയിൽ സമ്മർദ്ദം ചെലുത്തി ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണമോ പദ്ധതികളോ അനുവദിക്കാൻ വേണ്ടി ഇടപെടണ്ടേ? അല്ല LDF നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിലെല്ലാം അരികിലും മൂലയിലും വന്നിരുന്ന് പിടിക്കുകയും വർത്തമാനം പറയുകയും അതിനെ കുറ്റം കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയും ചെയ്തതിനപ്പുറത്തേക്ക് അവരിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം കൂടി അവർ പൂർത്തീകരിച്ച ശേഷം ഈ വർത്തമാനം പറഞ്ഞ ചടയമംഗലത്തെ ജനം അംഗീകരിക്കുന്നു. അല്ലാതെ LDF നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും അതിന് വിമർശകരായി ഒരു വിഭാഗം മാറി നിന്നുകൊണ്ട് വർത്തമാനം പറയുകയും ചെയ്യുന്നത് ശരിയല്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി അവർക്കുള്ള ജനപ്രതിനിധി ഉപയോഗിച്ച് ഈ ചടയമംഗലത്തിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി ചെയ്യണം. ഞാൻ ഓർക്കുന്നത്, നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, ഈ ചടയമംഗലം പട്ടണം ഏറ്റവും വീതി കുറഞ്ഞ ഒരു പട്ടണമാണ്. ഈ MC റോഡിൽ നിങ്ങൾ പരിശോധിച്ചു, നിലവിലെ വീതിയോ ആയൂരിൻ്റെ വീതിയോ ചടയമംഗലത്തില്ല. KSTPയുടെ വർക്ക് ചടയമംഗലത്ത് വരുമ്പോൾ ചടയമംഗലത്ത് UDFൻ്റെ MLA ആണ്. അന്ന് വസ്തു അക്വയർ ചെയ്തു ചടയമംഗലത്തിൻ്റെ വീതി കൂട്ടുന്നതിൽ തടസ്സം നിന്നിരുന്നത് ആ MLA അടക്കമുള്ളവരെ ഇടപെട്ട് സ്വാധീനിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായി ഈ വീതി കുറഞ്ഞു വരും. അല്ലാതെ എങ്ങനെ വീതി കുറയുന്നത്? അന്ന് ഗവൺമെൻറ് UDFൻ്റെ ആണ്. ഇതെല്ലാം ചെയ്യുമ്പം ഈ പറയുന്ന പല ആൾക്കാരും നമുക്ക് നേരിട്ടറിയാവുന്നതാണ്, ഇതിന് തടസ്സം നിന്നവരാണ് ഈ പട്ടണത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെടുത്തി. എന്നിട്ടാണ് ഇപ്പം വികസന കാര്യത്തിൽ വലിയ അപ്പോസ്റ്റലന്മാരായി വന്നത് ന്യായം പറയുന്ന സ്ഥിതിയുള്ളത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം സാധാരണ മനുഷ്യൻ്റെ മനസ്സിലേക്ക് അനുഭവമായി ചെന്നെത്തുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റിയും അവർക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സംതൃപ്തി. അതാണ് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത്. അല്ലാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബോർഡുകൾ അടിച്ചു വെച്ച് വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ താഴേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ 5 രൂപയുടെ കാര്യം ചെയ്തിട്ട് 50 രൂപയുടെ ബോർഡ് അടിച്ചു വയ്ക്കുന്ന ശീലം LDFന് പണ്ടേ ഇല്ല, അതിപ്പോഴും ഇല്ല. ചടയമംഗലവും വികസനവും എന്ന വിഷയത്തെക്കുറിച്ച് സാക്ഷി TVക്ക് അഭിമുഖം നൽകിയത് CPIയുടെ ചടയമംഗലം മണ്ഡലം സെക്രട്ടറിയും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബഹുമാന്യനായ ശ്രീ ഹരി V നായരാണ്. നന്ദി, നമസ്കാരം. നന്ദി.